ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഹല്ലേലൂയ. അഭിഷേകന്റെ റെക്കോർഡിംഗ് എല്ലാം കർത്താവിന്റെ കരുണയാലെല്ലാം നന്നായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചതിനെല്ലാം പ്രത്യേകം നന്ദി. ഇന്ന് കയ്യിൽ കേട്ടോ സാക്ഷി പേപ്പറൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ സുഖമാണോ? ഹല്ലേലൂയ. ഇന്നൊരു കൊച്ചു തന്നെ എഴുതിയ സാക്ഷ്യം വായിച്ച് കേൾപ്പിക്കാം. സ്നേഹം സേരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ ബിനോയിച്ചിനൊന്നും ഇല്ല, എല്ലാ കുടുംബാംഗങ്ങളും. അത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പേര് അഭിനവ്, +1 പഠിക്കുന്നു, +1. ബിനോയച്ചൻ്റെ ഡെയിലി ടോക്കും അഭിഷേകത്തിനെ സ്ഥിരമായി കാണുന്നു. അതുവഴിയായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുന്ന എന്നെ കത്തെഴുതുന്നു. ആദ്യകാലത്ത് ഞാൻ അഭിഷേകാഗ്നി മാത്രമേ കാണാറുള്ളൂ. യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകത്തിലെ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ഇന്ന് പഠിച്ചിരുന്നത്. 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 9 A+ഉം 1 Aയും ആണ് കിട്ടിയത്. ഫുൾ A+ കിട്ടാത്തതിൽ ഞാൻ വിഷമിച്ചിരുന്നപ്പോഴാണ് അമ്മ ബിനോയ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നോക്കി ഞാൻ ചിന്തിച്ച് കാണാം. കഴിഞ്ഞ ദിവസം വട്ടാരിച്ചൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, പാമ്പി എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചിൻ്റെ സാക്ഷ്യം. അതായത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് പരിശീലിപ്പിക്കാൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. അത് എല്ലാവർക്കും അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ അമ്മയുടെ സഹായം കൊച്ചിന് കിട്ടാം. അമ്മ ബിനോച്ചൻ ടോക്ക് കേൾക്കാൻ പറഞ്ഞു. 1670 ടോക്ക് റിവാലുവേഷന്റെ റിസൾട്ട് വരുന്നവരെ എല്ലാ ദിവസവും 3 പ്രാവശ്യം കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിച്ച വകയില്ലാതിരുന്നിട്ടും സർട്ടിഫിക്കറ്റ് ശരിയാക്കി കിട്ടിയൊരു സാക്ഷി വരുന്ന ആ ടോക്കിലുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ സാക്ഷ്യം വായിക്കും, വിശ്വാസം വർദ്ധിക്കുകയാണ്. അങ്ങ് അത്ഭുതമെന്ന് പറയട്ടെ, റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ആയി. അന്ന് മുതൽ ഞാൻ അച്ഛന് ഫുൾ കുടുംബാംഗമായി. ഇനി ഇത് റിവേഴ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ സാക്ഷ്യം, കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം അപ്പന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ ഗൂഗിൾ പേ വഴിയായി നഷ്ടപ്പെട്ടു. കാശ് കൊടുക്കേണ്ട ആൾക്ക് പകരം അതേ പേരുള്ള മറ്റൊരാൾക്ക് തെറ്റി പൈസ അയച്ചു. അത് ഒരു പരിചയമില്ലാത്ത ഒരു ഹിന്ദിക്കാരനായ ഒരാളായിരുന്നു. ചിന്തിച്ചു നോക്കിയേ. അയാളുടെ ഫോൺ നമ്പറോ താമസമോ ഒന്നും അറിയത്തില്ലായിരുന്നു. പൈസ അന്വേഷിക്കാനും ചോദിക്കാനും ഒന്നും പറ്റാതെ വലിയ പ്രതിസന്ധിയിലായി. ഞങ്ങൾ വളരെ വിഷമത്തിലായി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തൊരു ഭയപ്പെടണം. കണ്ടോ നോക്കിയേ, +1 കൊടുക്കുന്ന കൊച്ചിനെ വിശ്വാസത്തിൽ അമ്മ ശക്തിപ്പെടുത്തിയപ്പോൾ ഒരു പ്രതിസന്ധി കുടുംബത്തിൽ വരുമ്പോൾ ഈ കൊച്ചു ശക്തിപ്പെടുന്ന രീതിയുണ്ടോ? എന്തൊരു സാക്ഷ്യം നോക്കിയേ. 1670 അതേ ടോക്കും കണ്ടോ നോക്കിയേ, ഡെയിലി ടോക്കും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എല്ലാവരും ഒന്നിച്ച് കണ്ടങ്ങ് പ്രാർത്ഥിക്കും. അതിന്റെ ഫലമായി 6ാം ദിവസം അത്ഭുതകരമായി അയാളുടെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തുകയും അരമണിക്കൂറിനുള്ളിൽ പൈസ കിട്ടിയാൽ അപ്പനെ വിളിക്കുകയും അപ്പോൾ തന്നെ പൈസ തിരിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് അത്ഭുതം അല്ലാതെ പിന്നെ എന്താ? അതുപോലെ ഇപ്പോൾ വീട്ടിലെ എല്ലാവരും ബിനോയച്ചന്റെ ഡെയിലി ടോക്കും അഭിഷേകത്തിലെ പഴയ എപ്പിസോഡ് ഓരോ ദിവസം കാണുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമായി. അച്ഛനെ ദൈവം വചനത്തിലൂടെ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആവശ്യമാക്കി 1000 നന്ദി എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം എഴുതിയിരിക്കുക. മകനെ അഭിനവേ, നിന്നെ ഒന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. നീ സാക്ഷ്യം കേൾക്കുവാണെങ്കിൽ എപ്പോഴെങ്കിലും അച്ഛനടുത്ത് പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. കാരണം നമുക്ക് ആൾക്കാരെ അറിയത്തില്ലല്ലോ എന്ന്. എന്നാലും അതൊരു സന്തോഷമല്ലേ കേട്ടോ. ഏതായാലും ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞ സെന്റൻസ് അത് ഈശോ തന്നൊരു സംശയം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നവനാണ് നമ്മുടെ ഈശോ കേട്ടോ. ധൈര്യമായിരിക്കണം കേട്ടോ. അതിനുവേണ്ടിയല്ലേ ഈശോ ഈ ടോക്കൊക്കെ തുടങ്ങിയത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയും, ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കണേ. ഈ സാക്ഷിയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് പുതിയ ആൾക്കാരെ ചേർത്ത് ദൈവവചനം പ്രചരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടോക്ക് തരാം കേട്ടോ. വചനം ഇങ്ങനെ പ്രചരിപ്പിച്ച് വിടണം. ജാതിമത ഭേദമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹിന്ദി അങ്ങനത്തെ ഉള്ള ആൾ സംസാരിക്കുന്ന വേറെ ഒരാളെ പൊക്കി ഇത് എന്താ ചിന്തിച്ചു അല്ലേ? ഇതിൻ്റെ ഇടപെടലല്ലേ. ദൈവത്തിന് ഇതൊക്കെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കേസല്ലേ ഉള്ളൂ. നമ്മുടെ വിശ്വാസക്കുറവാണ് വിഷയം. സാരല്ല പോട്ടെ. ഇപ്പം ഇന്നത്തെ വിഷയത്തിന് നിനക്ക് ഇതേപോലെയൊക്കെ തന്നെയാണ്. ഇതറിയാമായിരുന്നോ? ഏറ്റവും എളുപ്പമാർഗം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിലായിക്കട്ടെ. യോഹന്നാൻ 1:12 ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 1:12. ഇതാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 1-ലെ വചനം നിങ്ങൾക്കറിയാം അല്ലേ? പിന്നെ കണ്ടാലും എത്ര വലിയ ദൈവ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കൾ നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ്. അതിന് നമ്മൾ 1-ാം ക്ലാസ്സിൽ 2-ലേക്ക് വേദപാഠ ക്ലാസ്സിൽ പഠിക്കുകയോ നമ്മൾ ആരാണ്? അപ്പോൾ നമ്മൾ കാണാതെ പറഞ്ഞു പഠിച്ചു. ദൈവമക്കളാണ്. ദൈവം ആരാകുന്നു? ദൈവം പിതാവാകുന്നു അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എങ്ങനെയാണ് ഒരു ദൈവമകനും ദൈവം മകളും ആകുന്നത്? ഏറ്റവും സിമ്പിൾ മാർഗമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചില എനിക്ക് പറഞ്ഞു തരാറില്ല. ഇപ്പം നമ്മൾ വിദേശത്തെ പല കാര്യത്തിൽ ഒരെണ്ണത്തിൽ അങ്ങ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രിയാണ്.
എന്നെ പിന്നെ ബാക്കി എല്ലാം ഒരെണ്ണത്തിൽ ഓക്കെ ഒരു സീലടിച്ചാൽ പിന്നെ ബാക്കി എല്ലായിടത്തും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒക്കെ ഗേറ്റ് നമ്മളെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ തുറന്നു ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഏറ്റവും സിമ്പിൾ മാർഗം ഒറ്റ എൻട്രി. മറ്റെന്നറിയോ, തന്നെ അല്ലേ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിനെ സ്വീകരിച്ച മനസ്സുകൊണ്ട് നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ഇത്രയേ ഉള്ളൂ. യേശു ദൈവപുത്രനാണെന്നും യേശു ഈ ലോകത്തിലേക്ക് വന്നെന്നും യേശു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ദൈവമാണെന്നും അങ്ങനെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നെന്നും ആ ഈശോ വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് നീ വിശ്വസിക്കണം. യേശുവിൻ്റെ തുടർച്ചയാണ് സിമ്പിളായിട്ടങ്ങ് വിശ്വസിക്കുക. അതാണ് തന്നെ സ്വീകരിച്ചവർ, ഈശോനെ സ്വീകരിച്ചവർക്കെല്ലാം പിന്നെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എല്ലാം. ഈശോ എന്ന നാമം ഈശോ രണ്ടല്ല ഒന്ന് തന്നെയാണ്. ദൈവമക്കളാണ്, ഫ്രീ ആയിട്ട് കഴിയും. വിശ്വസിക്കാൻ മാത്രം ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമക്കളായി കഴിയും. എത്ര ഈസി മാർഗമാണെന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങൾ. ഓരോ കാര്യത്തിനൊക്കെ നമ്മളിത് ഒരു റേഷൻ കാർഡ് പേര് ചേർക്കണം, പേരൊന്നും മതി എന്നൊക്കെ പരിപാടിയാണ് അല്ലേ. പാസ്പോർട്ടിലെ പേരെന്ത് ഇരുത്തണം, എന്തൊരു അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേര് എന്ത് പുലിവാല നിങ്ങൾ ചിന്തിച്ചു. ഇത് വളരെ സിമ്പിൾ. യേശുവെ ഞാനെങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞേച്ചാൽ മതി അല്ലേ. യേശുവെ ഞാനെങ്ങനെ ശരണപ്പെടുന്നു അല്ലേ. യേശുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ട് നാനാജാതി മതസ്ഥരുണ്ട് ഇതിനകത്ത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാമോദിസ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ദൈവം അവസരം ഒരുക്കും ആവശ്യമാണെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ വിഷമിക്കരുത്. എന്തറിയോ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കുക. എന്ന് വിചാരിച്ച മാമോദിസ സ്വീകരിക്കേണ്ടാണ് സഭയോട് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ആവശ്യമില്ലാത്ത വ്യാഖ്യാനത്തിലേക്ക് പോകരുത്. നിങ്ങളിപ്പോൾ ആദ്യത്തെ ശൈലിംഗം നിങ്ങൾ വിശ്വസിച്ചു, യേശു നിങ്ങളുടെ അടുത്ത് വരും, ഈശോ നിങ്ങളുടെ അടുത്ത് വരും, ബാക്കിയെല്ലാം ഈശോ ചെയ്യും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാത്ത എല്ലാവരും കൂടെ ചേർന്ന് നല്ല ഉച്ചത്തിൽ സ്തുതിക്കാം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവെ ഞങ്ങളെങ്ങനെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി, സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന എൻ്റെ കർത്താവ് അത്ഭുതകരമായ ദൈവശക്തി നിറയട്ടെ, അത്ഭുതകരമായ ദൈവകൃപ നിറയട്ടെ, അത്ഭുതകരമായ അഭിഷേകം നിറയട്ടെ. എല്ലാ ദുഷ്ടാരികളും പൈശാചികപടങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവ് ഈ വചനം ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. നാനാജാതി മതസ്ഥർ യേശുവിനെ അറിയാൻ ഇട്ടവരട്ടെ എന്ന് മനസ്സാറ് ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ കർത്താവിനെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന കൊച്ചു സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ കർത്താവ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ നാമത്തിൽ നല്ല റിസൾട്ട്, നല്ല വിജയം ഉണ്ടാകട്ടെ. ഏതെങ്കിലും കാര്യത്തിൽ കർത്താവ് OET IELTS എന്തെങ്കിലും റിവാല്യൂഷൻ കൊടുത്തവർക്ക് ഈശോയുടെ നാമത്തിൽ ദൈവഹിതമെങ്കിൽ ഒരനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഒപ്പം തന്നെ കർത്താവ് നാളുകളായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഗതികൾ നഷ്ടപ്പെട്ടു പോയി, അത് പണമോ സ്വർണമോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കർത്താവ് സർട്ടിഫിക്കറ്റുകളോ, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ഈശോ അവിടുന്ന് കരുണ തോന്നി അവിടുന്ന് അനുഗ്രഹിച്ച് ചില വഴികൾ കണ്ടെത്തി എന്റെ ദൈവമേ അത് തിരിച്ചു കിട്ടാൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കും. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ, കൃപ നിങ്ങളെ താങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.